IMDbയിലും ട്രെൻഡിംഗ് ആയി ടർബോ. ഈ വർഷത്തെ ഏറ്റവും വലിയ ആരാധക കാത്തിരിപ്പിന് വിരാമമിടാൻ മെയ് 23-ന് ടർബോ ലോകമെമ്പാടുമുള്ള തിയേറ്ററിലേക്ക് വരികയാണ്. ഇന്റർനാഷണൽ പോപ്പുലർ വെബ്സൈറ്റായ IMDbയിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ്. മമ്മൂക്ക നായകനാകുന്ന ടർബോ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവീസ് എന്ന ലിസ്റ്റിൽ 2ാം സ്ഥാനം ടർബോ നേടിക്കഴിഞ്ഞു. മമ്മൂക്കയുടെ കിടിലൻ മാസ് ലുക്കിലുള്ള പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കൾ പുറത്തിറക്കിയിരുന്നു. ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ടർബോയുടെ കൂടുതൽ സ്റ്റാൻഡീസ് എത്തിക്കഴിഞ്ഞു. മമ്മൂക്കയും രാജ്ബി ഷെട്ടിയും അഞ്ജന ജയപ്രകാശും ഒരുമിച്ച് വരുന്ന ഡിസൈനിലാണ് ചില സ്റ്റാൻഡീസ് ഒരുക്കിയിരിക്കുന്നത്. മമ്മൂക്ക ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും ഏറെ ദൈർഘ്യം വരുന്ന ഫൈറ്റിംഗ് സീനുകൾ ടർബോയിലുണ്ടാകും. ഗ്രൗണ്ട് ലെവൽ പ്രൊമോഷൻ മമ്മൂട്ടി കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഓൺലൈൻ പ്രൊമോഷനും ആരംഭിക്കും. ട്രെയിലർ വരുന്നതോടെ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി ടർബോ മാറുമെന്നുറപ്പാണ്. ജീപ്പ് ഡ്രൈവറായ ജോസും സുഹൃത്തിന് നേരിടുന്ന ചതിയും ജോസ് വിഷയത്തിൽ ഇടപെടുന്നതും അരുവിപ്പുറത്ത് ജോസും വെട്രിവേൽ ഷൺമുഖവും തമ്മിലുള്ള കൊമ്പോ വർക്കിലാണ് ടർബോയുടെ പ്ലോട്ടെന്ന് ബുക്ക് മൈ ഷോ പറയുന്നു. മ്യൂസിക് റെക്കോർഡിംഗ്, ഡബ്ബിംഗ്, എഡിറ്റിംഗ് തുടങ്ങിയ വർക്കുകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും തട്ടുപൊളിപ്പൻ സ്റ്റൈലിലുള്ള BGMഉം ടർബോയിൽ ഒരുക്കുന്നുണ്ട്. സെൻസറിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിലും 2 മണിക്കൂർ 35 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ സെൻസറിംഗ് പൂർണ്ണമാകാതെ ഇതുറപ്പിക്കാൻ കഴിയില്ല. മമ്മൂക്കയുടെ ആക്ഷൻ കോമഡി സിനിമകൾക്ക് പൊതുവെ നല്ല സ്വീകാര്യത ലഭിക്കാറുണ്ട് എന്നതുകൊണ്ടും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ ആയതിനാലും ഇതിന്റെ തിരക്കഥയിലും വൈശാഖിന്റെ സംവിധാനത്തിലും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ടർബോയിൽ ആരാധകർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. തകർത്തോടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു പൊൻതൂവലായിരിക്കും ടർബോ സമ്മാനിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.